ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസിലൻ പി എസ് സിയിലേക്ക് സ്വാഗതം. കേരള പി എസ് സി നടത്തിയിട്ടുള്ള ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും പി എസ് സി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്രദമായിരിക്കും. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഫ്രാൻസ്. 2026 G7 ഉച്ചകോടി നടക്കുന്ന രാജ്യം ഫ്രാൻസ്. തന്മാത്രകളുടെ വാസ്തുവിദ്യയ്ക്ക് എന്ന വിഷയം 2025 രസതന്ത്ര നോബൽ സമ്മാനത്തിന് അർഹമായി. താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടുപിടിക്കുക. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അന്തരീക്ഷ വായുവിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് ജലമായി സംഭരിക്കാൻ സാധിക്കുന്നു. വിഷവാതകങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ സാധിക്കുന്നു. അതൊക്കെ ശരിയാണ്. പ്ലാസ്റ്റിക് മാലിന്യ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുന്നു. ആണവായുധങ്ങൾ ഉപയോഗിക്കുന്ന വിഷപദാർത്ഥങ്ങൾ ആഗിരണം ചെയ്ത് സംസ്കരിക്കുവാൻ സാധിക്കുന്നു. അത് ശരിയല്ല. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതം ഏത്? ആറളം. ചിത്രശലഭ സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യമൃഗ സങ്കേതമാണ് ആറളം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക് മിഷൻ ഗ്രാമീൺ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേരാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് അജീവിക് മിഷൻ. 2025 റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഗുരുത്വ തരംഗങ്ങൾ സാധാരണമായി ഉണ്ടാകുന്നത് താഴെ പറയുന്ന ഏത് പ്രതിഭാസത്തിലൂടെയാണ്? ബ്ലാക്ക് ഹോളുകളുടെ ലയനം. അതുപോലെ തന്നെ ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ സ്ഫോടനവും ആൻസറായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. കൂടുതൽ ശരിയായിട്ടുള്ളത് ബ്ലാക്ക് ഹോളുകളുടെ ലയനമാണ്. പി എസ് സി തന്നിരിക്കുന്ന ആൻസർ കീയിൽ ബ്ലാക്ക് ഹോളുകളുടെ ലയനമാണുള്ളത്. കേരള സർക്കാരിൻ്റെ കിടപ്പ് രോഗികൾക്കായുള്ള ശുശ്രൂഷ പദ്ധതിയാണ് ആശ്വാസ കിരണം. സാമ്പത്തിക ധനകാര്യ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് RBI ഡേറ്റ. ഇനി നമ്മൾ പി എസ് സി പരീക്ഷകളിൽ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മലയാളത്തിലേക്കാക്കിയതാണ്. ആരുടെ കൃതിയാണ് പ്രേതവേട്ടക്കാരൻ? GR ഇന്ദുഗോപൻ. 2026 ജൂലൈയിൽ ചൈനയിലെ ഗുവാങ്സി പ്രവിശ്യയിലുണ്ടായ മായ്സാക് ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത മഴയിൽ തകർന്ന അണക്കെട്ട് ഏതാണ്? ലിയുലാൻ അണക്കെട്ട്. വികസിത് ഭാരത് അജീവിക് മിഷൻ ഗ്രാമീണ നിയമത്തിൻ്റെ തൊഴിലുറപ്പ് ദിവസങ്ങളിലെ എത്ര ദിവസം തൊഴിൽ ഉറപ്പ് നൽകുന്നു? 125 ദിവസം. ഇൻഷുറൻസ് ഫോർ ഓൾ ബൈ 20 സംരംഭത്തിന് കീഴിൽ 100% ഇൻഷുറൻസ് കവറേജ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏതാണ്? അൽവാർ. 2030 കോമൺവെൽത്ത് ഗെയിംസ് എവിടെയാണ് നടക്കുക? അഹമ്മദാബാദ്. കടുവയുടെ സാന്നിധ്യം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി സ്ഥിരീകരിച്ചതോടെ 33 വർഷത്തിന് ശേഷം ടൈഗർ സ്റ്റാർ പദവി വീണ്ടെടുത്ത സംസ്ഥാനമാണ് ഗുജറാത്ത്. സമൂഹ സംരക്ഷണ തന്ത്രമായിട്ടാണ് താഴെ പറയുന്നവയിൽ ഏത് കടുവാ സംരക്ഷണ കേന്ദ്രത്തിലെ നിവാസികൾ സോഞ്ചുരി എന്ന പേരിൽ വനം പ്രഖ്യാപിച്ചിരിക്കുന്നത്? സരിസ്ക ടൈഗർ റിസർവ്. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ഏത് പെയിൻറ്റിംഗ് ആണ് 2026 140 വർഷം തികയ്ക്കുന്നത്? 3 ജോഡി ഷൂസുകൾ. വിൻസെൻ്റ് വാൻ ഗോഗിൻ്റെ ഏത് പെയിൻറ്റിംഗ് ആണ് 2026 140 വർഷം തികയ്ക്കുന്നത്? 3 ജോഡി ഷൂസുകൾ. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്തിടെ ലോവർ പാലിയോളിത്തിക് കാലഘട്ടത്തിലെ ചരിത്രാതീത ഉപകരണങ്ങൾ കണ്ടെത്തിയത് ഏത് സ്ഥലത്താണ്? മംഗർബാനി. ആരുടെ ജന്മദിനത്തിലാണ് ഇന്ത്യയിൽ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഗോത്രവർഗ കായിക താരങ്ങൾക്കായുള്ള ദേശീയ മൾട്ടി സ്പോർട്സ് ഇവൻ്റ് ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസ് 2026 ആതിഥേയത്വം വഹിച്ചത് ഛത്തീസ്ഗഡിലാണ്. ഇത് ഒരു HSST പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിനെ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. 2027 സെൻസസിൻ്റെ ഔദ്യോഗിക ടോൾ ഫ്രീ നമ്പർ 1855. 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായി ചേർത്തിരിക്കുന്ന കോമ്പിനേഷൻ ഓപ്ഷൻ എ ആണ്. മികച്ച നടൻ ഋഷഭ് ഷെട്ടി എന്നാണ് തന്നിരിക്കുന്നത്. അതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയെല്ലാം മികച്ച നടി റാണി മുഖർജിയാണ്. മികച്ച ഫീച്ചർ ഫിലിം 12th ഫെയിൽ. മികച്ച മലയാള ചിത്രം ഉള്ളൊഴുക്ക്. ബാക്കിയെല്ലാം ശരിയാണ്. 2026 ഏപ്രിൽ ആർട്ടമിസ് 2 പ്രോഗ്രാമിൻ്റെ ഭാഗമായി ബഹിരാകാശ യാത്രികരെ ചന്ദ്രന് ചുറ്റും കൊണ്ടുപോയ ബഹിരാകാശ പേടകമാണ് ഒറിയോൺ. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റിനെ VD സതീശൻ എന്താണ് പറഞ്ഞത്? പുതിയുഗ കേരളത്തിന് അടിത്തറ പാകുന്നത്. 2026-27 പുതുക്കിയ സംസ്ഥാന ബജറ്റിൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. എത്ര കോടി രൂപ അനുവദിച്ചു?
10 കോടി രൂപ അനുവദിച്ചു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അടുത്തിടെ ലോവർ പാലിയോളിത്തിക് കാലഘട്ടത്തിൽ ചരിത്രാതീത ഉപകരണങ്ങൾ കണ്ടെത്തിയത് ഏത് സ്ഥലത്താണ്? മംഗർ ബാനി. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.